1971 ഡിസംബർ 3-നാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചത്. അതിനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷാവസ്ഥ തുടങ്ങിയിരുന്നു. അത് പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തിയത് ആ ദിവസമാണെന്ന് മാത്രം. ഡിസംബർ 16-ന് ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. കേവലം 13 ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധം. പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായും ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങി. 93,000 സൈനികരാണ് അന്ന് അടിയറവ് പറഞ്ഞത്. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൽ. ഇതോടൊപ്പം ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിന്റെ പിറവിയും നടന്നു. മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ ഒരു വൻ ശക്തിയായി അടയാളപ്പെടുത്തിയ യുദ്ധം. ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന വഴിത്തിരിവിനിടയാക്കിയ പോരാട്ടം. യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം. സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആ വിരൽ ചൂണ്ടൽ എത്തിച്ചേരുക ആഗ മുഹമ്മദ് യഹിയ ഖാൻ എന്ന പാകിസ്ഥാൻ സൈനിക മേധാവിയിലേക്കാണ്. ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പിന്നാലെ 1969-ൽ പ്രസിഡന്റ് അയൂബ് ഖാനിൽ നിന്ന് യഹിയ ഖാൻ അധികാരമേറ്റെടുത്തു. പിന്നീട് അങ്ങോട്ട് പട്ടാള ഭരണത്തിന്റെ കാലം. അടുത്ത വർഷം രാജ്യത്തെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. എന്നാൽ അത് പൂർണ്ണമായും അംഗീകരിക്കാൻ ഖാൻ തയ്യാറായില്ല. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള വിജയിയായ ഷെയ്ഖ് മുജീബുർ റഹ്മാനിലേക്കുള്ള അധികാര കൈമാറ്റം ഖാൻ തടഞ്ഞു. ഇത് വലിയ ബഹുജന പ്രക്ഷോഭങ്ങളിലേക്കാണ് നയിച്ചത്. മാർച്ച് 25-ന് ബംഗ്ലാദേശീയതയെ അടിച്ചമർത്താനുള്ള ശ്രമത്തിൽ ഖാൻ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റിന് ഉത്തരവിട്ടു. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ വ്യാപകമായി വംശഹത്യ ചെയ്തു. ദശലക്ഷക്കണക്കിന് ബംഗ്ലാ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. മുക്തിബാഹിനി ഗറില്ലകൾ എന്നറിയപ്പെടുന്ന ബംഗ്ലാ പോരാളികളുമായി ഇന്ത്യ കൈകോർത്ത് അവർക്ക് പരിശീലനം നൽകി. ഔപചാരിക യുദ്ധപ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചെറു പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഡിസംബർ 3-ന് ഇന്ത്യയുടെ 11 എയർബേസുകളെ പാകിസ്ഥാൻ ആക്രമിച്ചതോടെയാണ് യുദ്ധത്തിന്റെ തുടക്കം. ഡിസംബർ 4-ന് ഇന്ത്യ ഓപ്പറേഷൻ ട്രൈഡന്റ് ആരംഭിച്ചു. ഫീൽഡ് മാർഷൽ സാം മനേക്ഷായുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് പട്ടാളക്കാർ തളർന്നു. ഡിസംബർ 16-ന് കീഴടങ്ങൽ പ്രക്രിയ ആരംഭിച്ചു. അങ്ങനെ 1971 ഡിസംബർ 16-ന് ബംഗ്ലാദേശ് ഒരു പുതിയ രാഷ്ട്രമായി പിറവിയെടുക്കുകയും കിഴക്കൻ ഭാഗങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാവുകയും ചെയ്തു. 1971-ലെ യുദ്ധത്തിൽ ഏകദേശം 3,900 ഇന്ത്യൻ സൈനികർ രക്തസാക്ഷിത്വം വരിക്കുകയും ഏകദേശം 9,851 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് കണക്ക്. വളരെ കൃത്യതയോടെ തന്ത്രപരമായി ഇന്ത്യ നയിച്ച യുദ്ധമായിരുന്നു അത്. നമ്മുടെ കരനാവിക വ്യോമസേനകൾ ആദ്യമായി ഒരുമിച്ചിറങ്ങിയ യുദ്ധം. ഇന്ത്യയുടെ സൈനിക ശക്തിയും നേതൃപാടവവും ലോകത്തിന് മുന്നിൽ വിളിച്ചോതിയ ദിനങ്ങൾ. നീതിയോടുള്ള പ്രതിബദ്ധത, മാനുഷിക മൂല്യങ്ങൾ എന്നിവയും കോർത്തിണക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ കത്തിജ്വലിക്കുന്ന ഒരു അധ്യായം. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർക്കും പോരാടുന്നവർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.